All of you welcome. ഞാൻ ഈ വീഡിയോ ക്ലാസ്സിൽ കൈകാര്യം ചെയ്യുന്നത് ഹയർ സെക്കൻഡറി ഇക്കണോമിക്സിൻ്റെ പാഠഭാഗങ്ങളാണ്. ഇന്ന് +1 ഇക്കണോമിക്സിൻ്റെ ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന ഭാഗത്തെ ഒന്നാമത്തെ ചാപ്റ്റർ, അതിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ 2 വീഡിയോകളിൽ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ മറ്റു ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു സ്വാതന്ത്ര്യ ലബ്ധി കാലത്തെ ഇന്ത്യയുടെ അവസ്ഥ, കാർഷിക രംഗം എങ്ങനെയായിരുന്നു, വ്യാവസായിക രംഗം എങ്ങനെയായിരുന്നു, വിദേശ വ്യാപാരം എങ്ങനെയായിരുന്നു, ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം മനസ്സിലാക്കി. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ ഡ്യൂറിങ് കൊളോണിയൽ റൂൾ. കോളനി ഭരണകാലത്തുള്ള നമ്മളുടെ തൊഴിൽ ഘടന എന്തായിരുന്നു, അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് തൊഴിൽ ഘടന എന്നതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഒരു സമ്പദ് വ്യവസ്ഥയിലെ വിവിധ മേഖലയിൽ എത്രത്തോളമാണ് ഒരു രാജ്യത്തിലെ തൊഴിൽ ശക്തി അല്ലെങ്കിൽ തൊഴിലെടുക്കുന്നവർ ഉള്ളത് എന്നതാണ് ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ, തൊഴിൽ ഘടന എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇക്കോണമിയെ പൊതുവായി നമ്മൾക്ക് 3 സെക്ടേഴ്സായിട്ട് തരംതിരിക്കാൻ പറ്റും. പ്രൈമറി സെക്ടർ, പ്രാഥമിക മേഖല; സെക്കൻഡറി സെക്ടർ, ദ്വിതീയ മേഖല; ടേർഷ്യറി സെക്ടർ, തൃതീയ മേഖല. പ്രൈമറി സെക്ടറിൽ കൃഷിയും കാർഷികാനുബന്ധ മേഖലകളും ആണ് വരിക. സെക്കൻഡറി സെക്ടർ നിർമ്മാണ മേഖലയാണ്, മാനുഫാക്ചറിങ് സെക്ടറാണ്. ടെർഷ്യറി സെക്ടർ സേവന മേഖലയാണ്. ഒരു രാജ്യത്തിലെ തൊഴിലാളികളിൽ എത്ര ശതമാനമാണ് പ്രൈമറി സെക്ടറിലുള്ളത്, എത്ര ശതമാനമാണ് സെക്കൻഡറി സെക്ടർ, എത്ര ശതമാനമാണ് ടെർഷ്യറി സെക്ടർ, ഇതാണ് ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഡ്യൂറിങ് കൊളോണിയൽ പീരീഡ് 70 to 75% of workforce depending on agriculture sector or primary sector for their daily bread. മൊത്തം തൊഴിലാളികളിൽ, തൊഴിലെടുക്കുന്നവരിൽ 70 മുതൽ 75% ആൾക്കാർ കാർഷിക മേഖലയെ അല്ലെങ്കിൽ പ്രാഥമിക മേഖലയാണ് അവരുടെ ജീവനോപാധിയായി സ്വീകരിച്ചത്. 10% ഓഫ് വർക്ക് ഫോഴ്സ് ഡിപ്പെൻഡിങ് ഓൺ മാനുഫാക്ചറിങ് സെക്ടർ. 10% ഏത് മേഖലയിലാണ്? നിർമ്മാണ മേഖല, നിർമ്മാണ വ്യവസായ മേഖലയിലാണ്. 15 to 20% ഓഫ് പീപ്പിൾ ഡിപ്പെൻഡിങ് ഓൺ സർവീസ് സെക്ടർ ഓർ ടെർഷ്യറി സെക്ടർ. 15 മുതൽ 20% ജനങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ സേന ഡിപ്പെൻഡ് ചെയ്തത് ഏത് മേഖലയാണ്? സേവന മേഖലയാണ്. ഇതാണ് ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ ഡ്യൂറിങ് കൊളോണിയൽ പീരീഡ്. ബ്രിട്ടീഷ് ഭരണകാലത്തെ തൊഴിൽ ഘടന ഇതാണ്. ഒക്യുപ്പേഷണൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒക്യുപ്പേഷണൽ സ്ട്രക്ചറിൽ, തൊഴിൽ ഘടനയിൽ മേഖലാപരമായ വലിയ അസമത്വം നിലനിന്നിരുന്നു. There were wide regional disparities in occupational structure during colonial period. എങ്ങനെയായിരുന്നു അന്നത്തെ ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ? വ്യാവസായിക മേഖലയിലും അതുപോലെ തന്നെ സേവന മേഖലയിലും തൊഴിലെടുക്കുന്നവർ കൂടുതൽ ഉണ്ടായിരുന്നത് മദ്രാസ് പ്രസിഡൻസി, ബോംബെ പ്രസിഡൻസി, അതുപോലെ തന്നെ ബംഗാൾ പ്രസിഡൻസി എന്നീ മേഖലകളിലായിരുന്നു. മദ്രാസ് പ്രവിശ്യ എന്ന് പറയുമ്പോൾ ഇന്നത്തെ കേരളം, കർണാടകം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന സംസ്ഥാനങ്ങൾ വരുന്ന ഒരു പ്രദേശം. പിന്നെ ബോംബെ പ്രവിശ്യയുടെ പ്രദേശവും അതുപോലെ ബംഗാൾ പ്രവിശ്യയുടെ പ്രദേശത്തുമാണ് കൂടുതൽ വ്യവസായങ്ങളും അതുപോലെ സേവന മേഖലയും ഉയർന്നു വന്നത്. അവിടെയാണ് കൂടുതൽ ആൾക്കാർ ഈ മേഖലയിൽ ജോലി ചെയ്തതും. എന്നാൽ ഒറീസ, രാജസ്ഥാൻ, പഞ്ചാബ് ഈ പ്രദേശങ്ങളിലൊക്കെ കൂടുതൽ പേർ കൃഷിയെയാണ് തൊഴിലിന് വേണ്ടി ആശ്രയിച്ചത്. അതായത് ആദ്യം പറഞ്ഞ ഈ 3 പ്രവിശ്യകളിലും കൃഷിയോടുള്ള ആശ്രിതത്വം കുറഞ്ഞു വന്നു. എന്നാൽ
പിന്നെ പഞ്ചാബിലും രാജസ്ഥാനിലും ഒറീസയിലും കൃഷിയോടുള്ള ആശ്രിതത്വം കൂടി വരികയും ചെയ്തു. Now we are going to understand infrastructural development during British period. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉണ്ടായ അടിസ്ഥാന സൗകര്യ വികസനം. അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ മേഖലയുടെ വികാസമാണ് അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെങ്കിൽ പാശ്ചാത്തല സൗകര്യങ്ങൾ? റോഡ്, റെയിൽവേ, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്, തുറമുഖങ്ങൾ, പോർട്ട്, മോഡേൺ എഡ്യൂക്കേഷൻ, വാട്ടർവേയ്സ്, ജലഗതാഗതം, ഇവയൊക്കെയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് ഇതിനെ പാശ്ചാത്തല സൗകര്യങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്? ഒരു രാജ്യത്തിൻ്റെ വികസനത്തിന് ബേസിക്കായിട്ട് വേണ്ട അമ്യൂണിറ്റീസ്, സൗകര്യങ്ങളാണിത്. നല്ല റോഡുകൾ, നല്ല റെയിൽവേ സംവിധാനങ്ങൾ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല സ്കിൽഡ് പേഴ്സൺസ്, തുറമുഖങ്ങൾ, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്, ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു രാജ്യം ദ്രുതഗതിയിൽ സാമ്പത്തിക വികാസത്തിലേക്ക് പോവുകയില്ല. അതുകൊണ്ടാണ് ഇവയെ നമ്മൾ ബേസിക് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്, പാശ്ചാത്തല സൗകര്യങ്ങൾ എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഈ പാശ്ചാത്തല സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിരുന്നത് ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. റിയൽ മോട്ടീവ് behind the development of infrastructural facilities during British period was not to face needs of common Indians but to protect colonial interest. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പാശ്ചാത്തല സൗകര്യ വികസനത്തിൻ്റെ പുറകിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം ഇന്ത്യൻ സാധാരണക്കാരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതായിരുന്നില്ല, അവരുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കുക എന്നതായിരുന്നില്ല. നേരെ മറിച്ച് എന്തായിരുന്നു? കോളനി താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക. ഏതൊക്കെ രീതിയിലാണ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് കോളനി താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ടാവുക? നമുക്ക് പരിശോധിക്കാം. നമുക്ക് ആദ്യം റോഡ് തന്നെ എടുത്തു നോക്കാം. റോഡ് ട്രാൻസ്പോർട്ട് ബ്രിട്ടീഷുകാരെ ഏതൊക്കെ രീതിയിലാണ് കൊളോണിയൽ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ടാവുക? ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ തുറമുഖങ്ങളിലൂടെ ബ്രിട്ടനിലേക്കും അതുപോലെ മറ്റ് വില കിട്ടുന്ന പ്രദേശങ്ങളിലേക്കും കൊണ്ടുപോയി ഇന്ത്യയെ കൊള്ളയടിക്കുക, അതായിരുന്നു ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിന് ഏറ്റവും സഹായകരമായ ഒരു സംവിധാനം എന്ന നിലയ്ക്കാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ റോഡുകളുടെ ശൃംഖല ആരംഭിച്ചത്. എനേബിൾഡ് ട്രാൻസ്പോർട്ട് ഓഫ് റോ മെറ്റീരിയൽ ഫ്രം കൺട്രി സൈഡ് ടു ദി പോർട്ട്. ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ തുറമുഖങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി എന്ത് സഹായിച്ചു? റോഡുകൾ സഹായിച്ചു. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ആർമിയെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പെട്ടെന്ന് വിന്യസിക്കുവാനും റോഡുകൾ കൊണ്ട് അവർക്ക് കഴിഞ്ഞു. ഏതെങ്കിലും പ്രദേശത്ത് ബ്രിട്ടനെതിരായിട്ടുള്ള പ്രക്ഷോഭം അല്ലെങ്കിൽ സമരം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് അടിച്ചമർത്താൻ വേണ്ടി ആർമിയെ പെട്ടെന്ന് എത്തിക്കുവാനും വേണ്ടി റോഡുകൾ കൊണ്ട് കഴിഞ്ഞു. എന്നാലും ഇന്ത്യയിൽ ആധുനിക റോഡുകൾ ആരംഭിച്ചത് ബ്രിട്ടീഷുകാരാണ്. മോഡേൺ റോഡ്സ് were developed under colonial rule. But development of road was inadequate during that period. റോഡിൻ്റെ വികസനം അല്ലെങ്കിൽ റോഡുകളുടെ വികസനം ബ്രിട്ടീഷ് ഭരണകാലത്ത് വളരെ അപര്യാപ്തമായിരുന്നു. ഗ്രാമപ്രദേശത്ത് ഓൾ വെതർ റോഡ്സ് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. ഓൾ വെതർ റോഡ്സ്, എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കുവാൻ പറ്റുന്ന റോഡുകളുടെ അപര്യാപ്തത അന്ന് ധാരാളം ഉണ്ടായിരുന്നു. അത് ഇന്ത്യയിൽ ക്ഷാമവും അതുപോലെ തന്നെ വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് നേരിടുന്നതിൽ നല്ല റോഡുകൾ ഗ്രാമങ്ങളിൽ ഇല്ലാത്തത് പ്രതിബന്ധം തന്നെയായിരുന്നു. വെള്ളപ്പൊക്കമുള്ള സമയത്ത് പെട്ടെന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാൻ പറ്റിയില്ല. ക്ഷാമം ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് വേണ്ട സാധനങ്ങൾ എത്തിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുന്നത് റെയിൽവേ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനാണ് ബ്രിട്ടീഷുകാരുടെ റെയിൽവേ. അവരുടെ കൊളോണിയൽ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിരുന്നു റെയിൽവേ എങ്കിലും
ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഷ്കാരമായിട്ട് നമുക്ക് റെയിൽവേയെ കാണാം. റെയിൽവേ ഇന്ത്യയിൽ ആരംഭിച്ചത് ബ്രിട്ടീഷുകാരാണ്. ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ ദി ഇയർ 1850. ഇന്ത്യൻ റെയിൽവേ ഏതൊക്കെ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ ആയിരിക്കും നമ്മളുടെ ഇക്കോണമിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവുക? അതുവരെ ദീർഘയാത്ര എന്ന് പറയുന്നത് വലിയ പ്രതിബന്ധം തന്നെയായിരുന്നു. പലപ്പോഴും കുതിരപ്പുറത്തൊക്കെ കയറി ദീർഘയാത്ര ചെയ്തിരുന്നത് റെയിൽവേയുടെ വരവോടുകൂടി ദീർഘയാത്ര എന്ന് പറയുന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു. ഇൻട്രൊഡക്ഷൻ ഓഫ് റെയിൽവേ എനേബിൾഡ് ലോങ് ട്രാവൽ. ദീർഘയാത്ര നടത്തിയാൽ ജനങ്ങൾക്ക് എന്ത് മാറ്റം ഉണ്ടാവുക? ദൂരപ്രദേശത്ത് തൊഴിൽ തേടി പോകാം, ദൂരപ്രദേശത്ത് പോയിട്ട് ട്രേഡിംഗ് നടത്താം, ബിസിനസ് നടത്താം. അവരുടെ സംസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും, അവരുടെ ഭാഷയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? അതുവരെ ഉണ്ടായിരുന്ന ജിയോഗ്രഫിക്കൽ ഇംപെഡിമെൻറ്റ്സ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഭൂമിശാസ്ത്രപരമായ ഒരുപാട് തടസ്സങ്ങളെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സാംസ്കാരികപരമായ ഒരുപാട് തടസ്സങ്ങളെയും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്രേക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഭൂമിശാസ്ത്രപരമായ തടസ്സങ്ങളെന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് പോകുവാനുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് പെട്ടെന്ന് തരണം ചെയ്യാൻ പറ്റും. ദീർഘയാത്ര റെയിൽവേ സാധ്യമാക്കി. എങ്ങനെയാണ് സാംസ്കാരികപരമായ തടസ്സങ്ങളെ അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റുക? നമ്മളൊരു പ്രദേശത്ത് മാത്രം ജീവിക്കുമ്പോൾ ഈ പ്രദേശത്ത് നടക്കുന്നതാണ് ലോകത്തിൻ്റെ ചിന്തയെന്നും ഇതിനപ്പുറത്തേക്ക് വേറൊരു സത്യമില്ല എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കും. എന്നാൽ നമ്മൾ മറ്റ് പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ സംസ്കാരം അറിയുമ്പോൾ അവിടുത്തെ വിദ്യാഭ്യാസ പുരോഗതി അറിയുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മളുടെ പല വിശ്വാസങ്ങളും എന്താണ്? അന്ധവിശ്വാസങ്ങളായിരുന്നു. നമ്മളുടെ പല സാംസ്കാരിക മൂല്യങ്ങളെന്ന് പറയുന്നത് നമ്മളുടെ വളർച്ചയ്ക്ക് തടസ്സങ്ങളായിരുന്നു. അതൊക്കെ ഓവർകം ചെയ്യാൻ നമ്മൾക്ക് യാത്രകൾ സഹായിക്കും. നിങ്ങൾ ലോകത്ത് മുഴുവൻ യാത്ര ചെയ്താൽ നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറും. നമ്മൾ പലപ്പോഴും ഊറ്റം കൊള്ളുന്ന ഒരുപാട് മൂല്യങ്ങളെന്ന് പറയുന്നതൊന്നും മൂല്യങ്ങളല്ല എന്നും അതിനപ്പുറത്ത് ഒരു വലിയ മാനുഷിക മൂല്യമുണ്ട് എന്നും നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഏറ്റവും നല്ലത് യാത്ര ചെയ്യുകയാണ്. ഇന്ത്യൻ റെയിൽവേ എനേബിൾസ് കണക്ഷൻ ബിറ്റ്വീൻ പ്രൊഡ്യൂസിങ് സെൻറ്റേഴ്സ് ആൻഡ് മാർക്കറ്റ്. കമ്പോളവും അതുപോലെ ഉൽപ്പാദന കേന്ദ്രങ്ങളും തമ്മിലുള്ള ബന്ധമുണ്ടാക്കി ഇന്ത്യൻ റെയിൽവേ. അതായത് ഉൽപ്പാദിപ്പിച്ച സ്ഥലത്ത് നിന്ന് അത് വിൽക്കാൻ വേണ്ട കമ്പോളത്തിലേക്ക് വളരെ എളുപ്പത്തിൽ സാധനങ്ങൾ കൊണ്ടുപോകാൻ റെയിൽവേ ഉപയോഗിച്ചു. കർഷകർക്ക് അവരുടെ ഫാമിൽ നിന്ന് ചന്തയിലേക്ക് ഉൽപ്പാദന കേന്ദ്രങ്ങളിലേക്ക് സാധനങ്ങൾ പെട്ടെന്ന് എത്തിക്കാൻ കഴിഞ്ഞു. നിർമ്മാണ വ്യവസായികൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൽ നിന്ന് അവരുടെ ഉൽപ്പന്നങ്ങൾ കമ്പോളത്തിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ കഴിഞ്ഞു. ഇതൊക്കെ റെയിൽവേ സാധ്യമാക്കി. ഇത് എന്തിലേക്ക് നയിച്ചു? വ്യാപാര സമൃദ്ധിയിലേക്ക് നയിച്ചു. മറ്റൊന്ന് റെയിൽവേയുടെ ഒരു കോൺട്രിബ്യൂഷനാണ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ? കൃഷിയുടെ വാണിജ്യവൽക്കരണം, ക്യാഷ് ക്രോപ്സ് ഉൽപ്പാദിപ്പിക്കുക. എന്തിനു പകരം? ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു. അതാണ് കൊമേഴ്ഷ്യലൈസേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ. അതുവരെ ഇന്ത്യയിൽ നമ്മൾ കൂടുതൽ ഉൽപ്പാദിപ്പിച്ചിരുന്നത് ഭക്ഷ്യാവശ്യങ്ങൾക്കുള്ള ഉൽപ്പന്നങ്ങളായിരുന്നു, കൃഷിയായിരുന്നുവെങ്കിൽ പിന്നീട് അത് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുവാനുള്ള റോ മെറ്റീരിയലായി മാറി, ക്യാഷ് ക്രോപ്സായി മാറി. ഇതുവഴി കർഷകർക്ക് വരുമാനം കിട്ടി. പക്ഷേ അത് ഇന്ത്യൻ സമ്പദ്ഘടനയെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇന്ത്യൻ സമ്പദ്ഘടനയെ അല്ലെങ്കിൽ ഇന്ത്യൻ സാമാന്യ ജനത്തെ കൊമേഴ്സ്യലൈസേഷൻ ബാധിച്ചത്? ഭക്ഷ്യ സ്വയം പര്യാപ്തത ഇല്ലാതായി. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരുപാട് ക്ഷാമങ്ങൾക്ക് ഇന്ത്യ വേദിയായിട്ടുണ്ട്. കാരണം എന്താ? അതുവരെ നമ്മൾ കൃഷി ചെയ്തിരുന്നത് ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായിരുന്നെങ്കിൽ ഇപ്പോൾ ബ്രിട്ടൻ്റെ വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇടങ്ങളായി മാറി നമ്മളുടെ പാടങ്ങളെല്ലാം, നമ്മളുടെ കൃഷിയിടങ്ങളെല്ലാം. അത് ഭക്ഷ്യധാന്യങ്ങളുടെ ക്ഷാമമുണ്ടാക്കി. അത് സാമാന്യ ജനങ്ങളെ പട്ടിണിയിലേക്കും മരണത്തിലേക്കും തള്ളിവിട്ടു. ഭക്ഷ്യ സ്വയം പര്യാപ്തത ഇല്ലാതായി. ഇതുകൂടി ഇതിനോട് കൂട്ടി നമ്മൾ വായിക്കേണ്ടതാണ്. ഓക്കെ. പിന്നെ
ഇൻലാൻഡ് വാട്ടർവേസ് ഓർ വാട്ടർ ട്രാൻസ്പോർട്ട് അല്ലേ. ജലഗതാഗതം, പ്രധാനമായും ഉൾനാടൻ ജലഗതാഗതം. ഉൾനാടൻ ജലഗതാഗതത്തിന് വേണ്ടി ഇന്ത്യയിലുടനീളം കനാൽ ശൃംഖലകൾ ബ്രിട്ടീഷുകാരുണ്ടാക്കി. അത് എക്സ്പെൻസീവായിരുന്നു, നമ്മളുടെ ഖജനാവിന് കൂടുതൽ ചിലവേറിയതായിരുന്നു. നിങ്ങൾ കോഴിക്കോട് കൂടെ പോകുമ്പോൾ കാനോലി കനാൽ കണ്ടിട്ടുണ്ടാവും. കനോലി കനാൽ ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്. കാനോലി സാഹിബ് ഉണ്ടാക്കിയ കനാലാണ്. ഇപ്പോഴും അഴുക്ക് ജാലായിട്ട് കിടക്കുന്നുണ്ട്. അത് ഉൾനാടൻ വാട്ടർ ട്രാൻസ്പോർട്ടിന്, ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ടിന് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. അത് ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കനാലായിരുന്നു ഒറീസ കനാൽ. പക്ഷേ അതിന് ഒരുപാട് പണം നമ്മളുടെ ഖജനാവിൽ നിന്ന് ചിലവായി എന്നല്ലാതെ അത് ലാഭകരമായിരുന്നില്ല. പിന്നീട് അത് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ഒറീസ കനാലിന് സമാന്തരമായി റെയിൽവേ ലൈൻ വരികയും അതിൻ്റെ ഭാഗമായി കനാൽ ഉപേക്ഷിക്കുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ചില ഡെവലപ്മെൻറ്റ് ഇന്ത്യയിൽ ഉണ്ടാക്കിയിരുന്നു. ഇതൊക്കെ അവരുടെ കോൺട്രിബ്യൂഷൻ തന്നെയാണ്. മറ്റൊന്ന് പോർട്ട്, തുറമുഖങ്ങൾ. ആധുനിക തുറമുഖങ്ങൾ ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഉണ്ടായിരുന്നത്. നിലവിലുള്ള തുറമുഖങ്ങൾ ആധുനികവൽക്കരിച്ചതും ബ്രിട്ടീഷുകാർ തന്നെയാണ്. പിന്നെ എന്താണ് പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്, കമ്പി തപാൽ. ഇത് ഇന്ത്യയിൽ ഉടനീളം പെട്ടെന്ന് തന്നെ വാർത്തകൾ എത്തിക്കുവാൻ സഹായകരമായി. പലപ്പോഴും നിയമവാഴ്ച സാധ്യമാക്കിയത് പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് വഴിയാണ്. ഇന്ത്യയിൽ പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് ആരംഭിച്ചത് ബ്രിട്ടീഷുകാരാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം. ലോകത്ത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന രണ്ടാമത്തെ വലിയ ജനസംഖ്യ നമ്മളാണ്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന സ്കിൽഡായിട്ടുള്ള ഒരു മെയിൻ പവർ ഉള്ളത് കൊണ്ട് ലോകത്തെവിടെയും പോയി നമ്മൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്നു. ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ജനതയാണ് നമ്മുടേത്. ഇത് തൊഴിൽ മേഖല, വലിയ തൊഴിൽ മേഖല ഇന്ത്യക്കാർക്ക് തുറന്നു തന്നിട്ടുണ്ട്. മറ്റ് ചൈനയൊക്കെ നമ്മളെക്കാളും ജനസംഖ്യയുള്ള രാജ്യങ്ങളാണെങ്കിലും ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ നമ്മളെക്കാളും പുറകിലാണ്. അതുകൊണ്ടാണ് ലോക തൊഴിൽ മാർക്കറ്റിൽ ഇന്ത്യൻ തൊഴിലാളികൾക്ക് കൂടുതൽ, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് കൂടുതൽ സാധ്യതകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അത് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ വലിയൊരു നേട്ടം തന്നെയാണ്. പാശ്ചാത്തല സൗകര്യ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് 1932 ടാറ്റ എയർലൈൻസ് ആരംഭിച്ചത്. ടാറ്റ എയർലൈൻസിൻ്റെ ആരംഭത്തോടു കൂടിയാണ് എയർ ട്രാവൽ ഇന്ത്യയിൽ ആരംഭിച്ചത്. വ്യോമഗതാഗതത്തിൻ്റെ തുടക്കക്കാരാരാണ്? ടാറ്റയാണ്. ഇന്ത്യയിൽ സ്റ്റീൽ ഇൻഡസ്ട്രി ആരംഭിച്ച ഒരു ചരിത്രമുണ്ട് ടാറ്റയ്ക്ക്. വ്യോമഗതാഗതം ആരംഭിച്ചൊരു ചരിത്രമുണ്ട് ടാറ്റയ്ക്ക്. ഓക്കെ, നമ്മളിപ്പോൾ മനസ്സിലാക്കി ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഭരണ സംവിധാനങ്ങൾ ചൂഷണാത്മകമായിരുന്നെങ്കിലും ഒരുപാട് പോസിറ്റീവ് കോൺട്രിബ്യൂഷനും നമ്മളുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു അസൈൻമെൻറ്റ് തരാം. നിങ്ങളെല്ലാവരും ഈ അസൈൻമെൻറ്റ് എഴുതുക. ഈ പാഠം മുഴുവൻ മനസ്സിലാക്കിയതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ അസൈൻമെൻറ്റിനെ നിങ്ങൾ സമീപിക്കേണ്ടത്. Write down, British rule was beneficial to India in many ways. What's your observation about this statement? Explain. ബ്രിട്ടീഷ് ഭരണം ഇന്ത്യക്ക് പല രീതിയിലും അനുകൂലമായിരുന്നു. ഈ പ്രസ്താവനയോട് നിങ്ങളുടെ നിരീക്ഷണം എന്താണ്? വിശദമാക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ വിട. താങ്ക് യു.